നമുക്ക് ആർക്കും ഇല്ല കേട്ടോ. പിന്നെ കുറേ കമൻറ്റുകളുണ്ട്. ആ കമൻറ്റുകളിൽ വേറെ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ പുരുഷോത്തമൻ തന്നെ അതിൽ പറയുന്ന വേറൊരു കാര്യമാണ്. വി ആർ നോട്ട് അഡ്രസ്ഡ് ടു ഹിം ഫോർ അവർ റെപ്രസെൻറ്റേറ്റീവ്. ഓക്കെ, യു വാണ്ട് ഹിം ഫോർ യു സെലക്ട് ഫോർ യുവർ ഫാമിലി റെപ്രസെൻറ്റേറ്റീവ്. എൻ്റെ ഫാമിലി റെപ്രസെൻറ്റേറ്റീവ് ആക്കണോ വേണ്ട എന്നുള്ളത് ഞാനല്ലേടാ പുരുഷോത്തമ തീരുമാനിക്കുന്നത്, അല്ല നീയോ നിൻ്റെ പിതാവോ അല്ലല്ലോ. അതുകൊണ്ട് നിൻ്റെ ഈ തോന്നിവാസവും നിൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുമ്പോൾ മുഖമില്ലാതെയാണ് നീ സംസാരിക്കുന്നത് ഓർക്കണം. അതൊക്കെ നിൻ്റെ വീട്ടിലങ്ങ് വെച്ചാൽ മതി. രണ്ടായിട്ട് മടക്കി കുത്തി നിൻ്റെ മടിക്കുത്തിന് താഴെ വെച്ചാൽ മതി. ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട. അതുകൊണ്ട് ഇതുപോലെ കമൻറ്റ് ഇട്ടിരിക്കുന്ന കുറേ പേരുണ്ട്. കമൻറ്റ് എല്ലാവർക്കും ആവിഷ്കാരം, ഞാൻ ആദ്യം പറഞ്ഞ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഈ കൊള്ളരുതായ്മകൾ കാണുമ്പോൾ അതിനെ അംഗീകരിച്ചുകൊണ്ട് അതിനെ വെള്ളപൂശിക്കൊണ്ട് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് അത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് കേട്ടോ. ഇവരൊക്കെ അടിമയായിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഇതിൽ പുരുഷോത്തമൻ പറയുന്നത് ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കുന്നു, ഞങ്ങളാരും വേടനെ റെപ്രസെൻറ്റേറ്റീവായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടില്ല, നിങ്ങളാണ് വേടനെ അഡ്രസ്സ് ചെയ്യുന്നതെന്നൊക്കെയാണ് പുരുഷോത്തമൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അത് നിങ്ങൾക്ക് ഏത് രീതിയിൽ എടുക്കുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ അഭിപ്രായങ്ങളാണ്, അത് നിങ്ങൾ